ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. മറ്റു സൃഷ്ടികളുടേതുപോലെയല്ല. എല്ലാം വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി. നാസാരന്ധ്രങ്ങളിൽ ജീവശ്വാസം ഊതി ജീവൻ നൽകി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനുശേഷം അവനെ ഏദൻ തോട്ടത്തിലാക്കി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി. ഒരു കൽപ്പനയും നൽകി. ആ കൽപ്പന ലംഘിച്ച മനുഷ്യൻ അതിനാൽ തന്നെ പാപം ചെയ്തു. ആ പാപം നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ മരിച്ചുപോയി. ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടായ്മ മനുഷ്യൻ അനുഭവിച്ചിരുന്നു. എന്നാൽ പാപം ചെയ്തതുവഴി അവൻ അത് നഷ്ടപ്പെട്ടു. സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. ഈ സൗഭാഗ്യം വീണ്ടും പുനഃസ്ഥാപിക്കാൻ സ്നേഹവാനായ ദൈവം പദ്ധതിയൊരുക്കി. സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവന് രക്ഷ നൽകി. യേശുവിൻ്റെ കാൽവരിയിലെ കുരിശിലെ മരണം വഴി ജനത്തിന് വീണ്ടും ജീവൻ നൽകി, വീണ്ടും ജീവശ്വാസം നൽകി. യേശുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവരിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ തിരികെ വന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുക. യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാനുള്ള വേല ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ദൈവം നമുക്ക് ദാനമായി നൽകിയ സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഉവ് അല്ലെങ്കിൽ ഇല്ല എന്നേയുള്ളൂ ഇതിനുള്ള മറുപടി. ഇതിൻ്റെ മധ്യ ഒന്നില്ല. മത്തായി 5:37 പറയുന്നു, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം ക്രിസ്തു യേശുവിൽ തൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുമെന്നും പറയുന്നു. എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം നിറവേറ്റിത്തരുന്ന അനുഭവം ഏദൻ തോട്ടത്തിലേതല്ലേ സഹോദരങ്ങളെ? നമ്മെ വീണ്ടെടുത്ത യേശുവിനെ ഒടുവിലത്തെ ആദം എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15:45 ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുവിലത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഏദൻ തോട്ടം നിത്യതയിലെ നമ്മുടെ അവസ്ഥയാണ്. എല്ലാവർക്കും ആദാമിൽ മരിക്കുന്നത് പോലെ എല്ലാവരും ക്രിസ്തുവിൽ ജീവിക്കപ്പെടും. നിത്യത സമയത്തിനതീതമാണ്. സൂര്യനാലാണ് നമ്മുടെ സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സൂര്യനെ പോലെ അനേകം നക്ഷത്രങ്ങളെ നാം കാണുന്നു. അവിടെയുള്ള സമയം എങ്ങനെയായിരിക്കും? നമുക്കതൊന്നും ചിന്തിക്കാനാകില്ല. ദൈവത്തിന് സമയമില്ല. 2 പത്രോസ് 3:8 ഇങ്ങനെ പറയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു വസ്തുത അവഗണിക്കരുത്. കർത്താവിന് ഒരു ദിവസം 1000 വർഷം പോലെയാണ്, 1000 വർഷം ഒരു ദിവസം പോലെയാണ്. രക്ഷയുടെ കൃപയ്ക്ക് സമയമോ സ്ഥലമോ പരിമിതപ്പെടുത്തിയിട്ടില്ല. നിത്യത എല്ലാ നിമിഷങ്ങളിലും തുല്യമാണ്. ലൂക്കോസ് 17:21 വാക്യത്തിൽ യേശു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മരണനിഴൽ താഴ്വരയിലൂടെ നടന്നാലും നമ്മുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട്. നാം യേശുവിനോടൊപ്പം ഏദൻ തോട്ടത്തിലാണ്. രക്ഷയിലൂടെ ദൈവം മനുഷ്യനെ തിരികെ ഏദൻ തോട്ടത്തിലെത്തിച്ചു. ഒന്നിനും ഒരു കുറവുമില്ല. എന്നാൽ നമ്മുടെ ചുറ്റും പാപത്തിൻ്റെ ശാപമുണ്ട്. ദൈവം ഒരു ദിവസം പാപത്തിൻ്റെ പൂർണ്ണമായ ന്യായവിധി നടപ്പിലാക്കും. ആ ദിവസം എല്ലാം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുമെന്ന് വെളിപാടിൽ പറയുന്നുണ്ട്. റോമർ 8:23 പറഞ്ഞിരിക്കുന്നത് പോലെ ആ ദിവസത്തിനായി എല്ലാ സൃഷ്ടികളും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അന്നേ ദിനം ഏദൻ തോട്ടത്തിലെ പോലെ ദൈവവുമായി ഒരു പൂർണ്ണമായുള്ള തികഞ്ഞ ബന്ധം ആസ്വദിക്കാനാകും. അതിനായി കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.